സാറേ ഉമ്മാരുടെ തലയ്ക്ക് ഓളവാ. എന്റെ സോമ താനിത് എന്ത് കണ്ടിട്ടാ? നീയൊക്കെ ഇത് കഴിച്ച് എന്തെങ്കിലും സംഭവിച്ചാലേ കണ്ടവന്മാരെല്ലാം വന്ന് പോലീസിന്റെ നെഞ്ചത്ത് കയറും. ഞങ്ങളൊന്നും ചെയ്തില്ലാന്ന് പറഞ്ഞിട്ട് സാറ് വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങള്. ഈ താറാവ് മുഴുവൻ ചത്ത പക്ഷിപ്പനിയായിട്ടൊന്നുമല്ല. ഇത് ഇയാളുടെ ഫാക്ടറിയിലെ കെമിക്കൽ കായൽ കലർന്നിട്ടാണ്. ഓ അത് ശരി. അപ്പൊ താറാപ്പനി വന്നിട്ടല്ല ഈ താറാക്കളൊക്കെ ചത്തയെന്നാണ് സയന്റിസ്റ്റ് ഐസക് സോമൻ പറയുന്നത് അല്ലേ? കൊള്ളാം സാറേ. ഇയാളുടെ ഫാക്ടറിയിലെ കെമിക്കൽ വെള്ളത്തിൽ കലർന്നിട്ടാ താറാവുകൾ ചത്തേ. അതിന്റെ പേരിൽ ഈ നാട്ടിലെ താറാവിന് മൊത്തത്തിൽ അങ്ങ് കൊന്നു കളഞ്ഞാൽ പിന്നെ ഈ പ്രസിഡന്റ് ഫാമിലെ പോത്തർച്ചയ്ക്ക് നല്ല വില കിട്ടുകയും ചെയ്യും. സാർ അതൊക്കെ ഇങ്ങനെയുള്ള ഓരോ കളികളാ സാറേ. എന്റെ സാറേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി എന്താന്ന് വെച്ചാൽ സാറി സോമ ഈ പരിപാടി ഇപ്പൊ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളാം. ഇത് കഴിച്ച ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ തൂങ്ങും. താനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് മാത്രമാണ് ഞാൻ കേസെടുക്കാത്തത്. ഡോ താനിതെല്ലാം എടുത്ത് ജിപ്പിക്കറ്റ്. ഇതിന് പകരമായിട്ട് ഒരു ഇൻഡസ്ട്രി കേന്ദ്രത്തിൽ നിന്ന് ഞാൻ കൊടുത്തു വിടുന്നുണ്ട്. 2 കൈ നീട്ടി കാത്തിരുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ബിരിയാണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സാറ് നല്ല ചൂടൻ ഫ്രൈഡ് റൈസ് അകത്ത് വിളമ്പി വെച്ചിട്ടുണ്ട്. ചെല്ല്. സാർ താനിങ്ങനെ സമരം കളിച്ച് നടന്നാലേ ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്ത് തീർക്കാനാ? സാർ ഞാൻ അതിന് മാത്രം ദിവസം ലീവ് ഒന്നും എടുത്തില്ലല്ലോ. ഞാൻ പണി മുഴുവൻ ചെയ്ത് തീർത്തിട്ട ലീവ് എടുത്തത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ സർക്കാരിനെ വെല്ലുവിളിച്ചിട്ടല്ല സമരം ചെയ്തത്. തനിക്ക് ഞാനോ സർക്കാർ NOC എല്ലാം തന്നിട്ടുണ്ടോ? മൈസൂരാനെ ഭരണപക്ഷ പാർട്ടിക്കാരനാ, അത് താൻ മറക്കരുത്. ഓ അപ്പൊ അതാണ് കാര്യം. തനിക്ക് ലോകം നന്നാക്കണമെങ്കിലേ അത് ഇവിടെ എന്തുകൊണ്ട് പറ്റത്തില്ല. തനിക്ക് കൃഷി വകുപ്പിലാ ജോലി. സാറ് കേരളത്തിലെ സകല കൃഷി ഓഫീസിലും ടൂർ അടിച്ച് കിടക്കുമ്പോഴും ഞാൻ ഇവിടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നാട് നന്നായി കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. അതിന് പറ്റത്തില്ലെങ്കിൽ ഞാൻ VRS എടുത്തോളാം. സോമ ഒരരിശത്തിന് കെട്ടിച്ചാടിയ 7 അരിശത്തിന് തിരിച്ചറിയാൻ പറ്റത്തില്ല. സാറേ എൻ്റെ അച്ഛനായിട്ട് എടുത്ത ലോൺ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ അടച്ചു തീർത്തു. ഇനി കുറച്ച് ലോകം നന്നാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തോ ഒരു ജന്മ ഓരോരുത്തർ സർക്കാർ ജോലി കൊണ്ട് കിടന്ന് തലകുത്തി മറിയുമ്പോഴാണ്. സോമ നീ എന്നാ പണിയാടാ കാണിച്ചേ? ആരോട് ചോദിച്ചിട്ടാ നീ ജോലി കളഞ്ഞ? കുറഞ്ഞത് ശാലിനിയോടെങ്കിലും നീ ഒരു വാക്ക് ചോദിച്ചോ? എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് അച്ഛാ. നിന്റെ ഇഷ്ടം. അപ്പൊ ഇനി എന്റെ മോളും കൊച്ചുമോളും ഒക്കെ എങ്ങനെ ജീവിക്കൂന്നാ? എടാ നിനക്കൊരു സർക്കാർ ജോലി ഉള്ളത് കൊണ്ടാ നിന്റെ വട്ട് സഹിച്ചിട്ട് എന്റെ മോളെ നിനക്ക് കെട്ടിച്ചു തന്നെ. ഞാൻ VRS എടുത്തു എന്ന് കരുതി ഇവർക്ക് യാതൊരു കുറവുണ്ടാവില്ല. ഇവരേത് പോസ്റ്റിലാണോ ജീവിച്ചത് ആ പോസ്റ്റിൽ അവർ ഇനിയും ജീവിക്കും. പിന്നെ ഉപ്പില്ലാത്ത കഞ്ഞിയും പയറും കഴിച്ച് ജീവിക്കുന്നതാണല്ലോ പോഷൻ. മോളെ ഈ ചെമ്പരത്തി പൂ എടുത്ത് നിന്റെ അച്ഛന്റെ ചെവിയിലോട്ട് വെച്ചു കൊടുക്കും. ഒരു ഉളുപ്പുമില്ല അവന്. സാറിന് ഒന്നും പറയണ്ട. സോമൻ ചേട്ടൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് സമ്മതിച്ചു തരാൻ ഇനി എനിക്ക് പറ്റത്തില്ല. ഇനി ഞാനും കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ പോവാം. എന്ത്? അച്ഛൻ്റെ കാറ്ററിംഗ് ബിസിനസ് ഞാൻ ഏറ്റെടുത്ത് നടത്താൻ പോവാം. ചേട്ടൻ ഇനി മോളുടെ കാര്യമൊക്കെ നോക്കി വീട്ടിലിരി. മാറിക്കേ. നമുക്ക് ഇനി എല്ലാവർക്കും കൂടെ വട്ടത്തിലിരുന്ന് നെല്ലിക്ക ജ്യൂസ് കുടിക്കാം. സോമൻ ചേട്ടനാണോ? അതെ. എന്നാ പറ്റിയടാ? അത് ചേട്ടൻ ഓഫീസിൽ നിന്ന് പോണെന്ന് അറിഞ്ഞപ്പോ വന്ന പേടിപ്പരി. നീ ചെന്നൊരു ചായ എടുക്ക്. വേണ്ട, ഈ മോദകൂട്ട് തിളപ്പിച്ച വെള്ളം മതി. വീട്ടിൽ പറഞ്ഞോ ചേട്ടാ? അവളുടെ അച്ഛൻ വന്ന് കുറെ ബഹളം വെച്ചു. എന്നിട്ട് നിങ്ങൾ എന്തേലും പറഞ്ഞോ? നമ്മളെന്തിനാ ആവശ്യമില്ലാത്തതിലൊക്കെ ഇടപെടുന്നേ? അങ്ങനെ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്നാലും ഇത് ശകലം കടന്നു പോയില്ലേ? ഓഫീസിൽ നിന്നോണ്ടന്നെ ചേട്ടൻ അതൊക്കെ ചെയ്യാറുന്നല്ലോ. ഞാൻ അവിടുന്ന് പോകുന്ന എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമല്ല ചന്തു. ഇനിയിപ്പോൾ എൻ്റെ ബഹളമൊന്നും ഉണ്ടാവില്ലല്ലോ. ആ മൈസൂരൻ്റെയും സണ്ണിയുടെ എല്ലാം ഒച്ചപ്പാടിൻ്റെ ഇടയിൽ നിങ്ങളുടെ ബഹളങ്ങളല്ലേ ചേട്ടാ എനിക്കൊക്കെ ഒരു ആശ്വാസം. ചില ഭാരങ്ങളൊക്കെ തലേന്ന് ഇറക്കി വെക്കുന്നൊരു സുഖമാണ് ചന്തു. അച്ഛാ ഇന്നലെ രാത്രിയിലെ ടെമ്പറേച്ചർ വല്ലെണ്ണം കൂടി, ശ്വാസം മുട്ടലും. അതാ പിന്നെ അവർ ICUലോട്ട് മാറ്റിയത്. ഇല്ലില്ല, അച്ഛൻ വരണമെന്നില്ല. ഇന്ന് തന്നെ മാറ്റും വാർഡിലോട്ട്. ശരി. എന്താ പറഞ്ഞ അച്ഛൻ? അച്ഛൻ വരണമെന്ന് ചോദിച്ചു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല, ഞാനിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ.
ചന്തുവിന്റെ വൈഫല്ലേ, ഇതൊന്ന് സൈൻ ചെയ്യണം. ഞാൻ സംസാരിച്ചോളാം. വീട്ടിൽ പോയിട്ട് വന്നു. ഇല്ല, ഇനിയിപ്പം വാർഡിലോട്ട് മാറ്റിട്ട് പോവാം. അവനൊന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. സംഗതി താറാവ് പനിയാണെന്നാ പറയുന്നത്. അധിക നേരം ഇവിടെ നിൽക്കണ്ട. രാമങ്കരിയിലെ ഒരു 78കാരൻ ഇത് വന്ന് മരിച്ചു എന്നാ അറിയുന്നത്. എത്രയും പെട്ടെന്ന് ഇവരെ വിളിച്ചോണ്ട് പോയിക്കോ. ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ചന്തു നമ്മളെ വിട്ടുപോയി. എന്താ എന്ത് പറ്റി? അവൻ പോയടി. ചന്തു പോയി. ചന്തു, എനിക്ക് കാണണ്ട. വേണ്ട. ഇല്ല, എനിക്ക് കാണണ്ട. എന്നെ വീട് പോണ്ട. പോണ്ട. കണ്ടാ മതി. വേണ്ട. പോണ്ട. ചന്തു. നെടുമുടി ഗ്രാമവാസികളുടെ ശ്രദ്ധയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് മൈസൂര ഹോസ്പിറ്റലിൽ വെച്ച് മരണമടഞ്ഞ ചന്തു എന്ന ചെറുപ്പക്കാരന്റെയും രാമങ്കരി നിവാസിയായ തൊമ്മിക്കുഞ്ഞിന്റെയും മരണകാരണം H5N1 അഥവാ താറാവ് പനിയാണെന്ന് സംശയിക്കുന്നു. ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തുക.